ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. തീർന്നില്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. കൊളോസോസ് 3:13. ഒരു ആഴമായൊരു വചനമാണേ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ, നിനക്ക് ആരോടെങ്കിലും പരിഭവമുണ്ടോ? ഈ ലോകത്തിൽ ആരോടെങ്കിലും? എത്രയോ പേരുകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അല്ലേ? ഒരുപക്ഷെ ഒരല്പം ഭാരമുള്ള വ്യക്തികൾ, ആ ജീവിതത്തെ കരുതേച്ച അനുഭവങ്ങൾ, അവനെ തളർത്തത്, അവനെ ഇല്ലാതാക്കിയത്, അവനെതിരെ സംസാരിച്ചത്, ആ സ്നേഹത്തെ മുറിവേൽപ്പിച്ചതൊക്കെ എത്രയോ അനുഭവങ്ങൾ. സ്നേഹം, ആരോടെങ്കിലും നിനക്ക് പരിഭവമുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ ഈ പ്രഭാതം ക്ഷമയുടെ പ്രഭാതമാക്കിയാലോ? സ്നേഹമുള്ളവരെ, ക്ഷമിക്കുന്നു എന്ന് നീ പറയുന്ന സമയം മുതൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പെയ്തിറക്കമുണ്ടാക്കും. സ്വർഗം മഴ പോലെ ഒരുപാട് അത്ഭുതങ്ങൾ നീ ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കത്. കാരണം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ പരിഭവ അനുഭവങ്ങൾ ഒന്നൊന്നായി ക്ഷമയുടെ പുസ്തകത്തിൽ തേച്ചെടുക്കാമോ, നിൻ്റെ ജീവിതത്തിൽ കൃപകൾ തുടങ്ങും. പിന്നെ പറയുകയാണ്, കാരണം എന്തെന്നറിയാമോ? ഒരളവുകോൽ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് നിന്നോട് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് എന്ന്. സത്യത്തിൽ എത്ര വാസ്തവമാണത്! നീ ചെയ്തതുപോലെ, നീ ചെയ്തതിന് തക്കതുപോലെ ദൈവം നിന്നോട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെയൊക്കെ അവസ്ഥ? അങ്ങനെയൊന്നും പ്രവർത്തിക്കാതെ ഔദാര്യത്തോടെ സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ മറവി എന്ന രോഗം കർത്താവിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ നിന്നെ മറന്ന് സ്നേഹിക്കുക, ഇന്നലകളെ മറന്ന് നീ ചെയ്തതൊക്കെ മായ്ച്ചു കളഞ്ഞ് അത് കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് ഒരുപാട് ക്ഷമ അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള നീ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ജീവിച്ചാൽ അതൊരു തെറ്റല്ലേ? ക്ഷമയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കാം. കൃപകൾ അങ്ങനെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങട്ടെ. ആമേൻ.